നമ്മൾ രാഷ്ട്രീയ നേതാക്കൾ, അവരുടെ കുടുംബം, അവർക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ പൊതുസംവാദം ഉണ്ടാകുക സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഒരു കീ പോയിന്റിലിരുന്ന ഒരാളാകുമ്പോൾ, അദ്ദേഹത്തിൻ്റെ കുടുംബമാകുമ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇവിടെ CPM എന്ന് പറയുന്ന പാർട്ടി പ്രതിക്കൂട്ടിലാകുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ ഏറ്റവും ലളിതമായൊരു കാര്യമുണ്ട്. CPM ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. വീണ വിജയൻ ഒരു യുവ സംരംഭക എന്നുള്ള നിലയിൽ ഒരു തൊഴിൽ ചെയ്യുന്നതിന്, ഒരു കമ്പനി തുടങ്ങുന്നതിന് അതിനാവശ്യമായ സർവീസ് കൊടുത്തോ കൊടുക്കാതെയോ പണം മേടിക്കുക, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ കേരളത്തിൽ 10 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്ന ഒരാളുടെ മകൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ എങ്ങനെയാണ് വീണ വിജയൻ തൈക്കണ്ടി എന്ന അഡ്രസ്സിൽ വെച്ച് ഒരു വ്യാപാരം തുടങ്ങുന്നതിന് പകരം AKG സെൻറ്റർ അഡ്രസ്സാക്കി മാറ്റിക്കൊണ്ടൊരു വ്യവസായം ചെയ്യാൻ കഴിയുന്നത്? അത് CPM അനിൽ ബോസ് അതിന്റെ പൊതു വേണമെങ്കിൽ നമുക്ക് അതിലെന്താ കാര്യമെന്ന് പറയാമെന്ന് പറഞ്ഞല്ലോ. അതല്ലല്ലോ ഇതിലെ പ്രശ്നം. 7-10% KSEDCക്കോ ഓഹരി പങ്കാളിത്തമുള്ള ഒരു കമ്പനി അതിൽ നിന്ന് 1-2 കോടി എടുത്ത് കിക്ക് ബാക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ പണമുണ്ട് അനിൽ ബോസ്, എൻ്റെയും നിങ്ങളുടെയും പണമുണ്ട്. അതൊരു പൊതു പ്രശ്നമാണ്. പബ്ലിക് മണിയാണ് അവിടെ കൈക്കൂലി. ഞാൻ പറഞ്ഞത് അജിംസെ, ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു വശം മാത്രം കേട്ടിട്ട് അഭിപ്രായം ചാടിക്കയറി പറയാൻ നിൽക്കില്ല, ദൈവത്തെ ഓർത്ത്. ഞാൻ പറഞ്ഞത് CPM പോലെ കഴിഞ്ഞ 10 വർഷക്കാലം തുടർച്ചയായി കേരളം ഭരിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി, അതിൻ്റെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ മകൾ, അവർ വ്യവസായം ചെയ്യുന്നതിന് കോൺഗ്രസ്സുകാരനായ ഞാൻ എതിരല്ല. പക്ഷേ കേരളം സംശയിക്കുന്നു, എന്തുകൊണ്ട് AKG സെൻറ്റർ അഡ്രസ്സാക്കി ഒരു വ്യവസായം ചെയ്തു? കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ മറുപടി പറയണ്ടേ? വീണ പറഞ്ഞോ, വിജയൻ പറഞ്ഞോ, ആ പാർട്ടിയിലെ ആരെങ്കിലും പറഞ്ഞോ? ആരെങ്കിലും ചോദിച്ചോ? അതാണ് ചോദ്യം. അതിനിതുവരെ ഉത്തരം പറയാൻ CPMൻ്റെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഉത്തരം പറയാത്തിടത്തോളം കാലം CPMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി എന്തിനാണ് EDക്കെതിരെ പോരാട്ടം നടത്തി അറസ്റ്റ് വരിച്ചത്? CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആണോ വീണ? LC സെക്രട്ടറി ആണോ? ഏരിയ സെക്രട്ടറി ആണോ? അതോ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടോ? എന്താണ് ഇവരെ ബാധിക്കുന്ന, ഇവർക്ക് വ്യാകുലത ഉണ്ടാക്കുന്ന, ആക്രാന്തം ഉണ്ടാക്കുന്ന, ഭയപ്പാടുണ്ടാക്കുന്ന ഏറ്റവും വലിയ വിഷയം എന്താണ്? CPM എന്തിനാണ് ഇതിന് പ്രതിരോധം തീർക്കുന്നത്? ഒരു CPMൻ്റെ നേതാവിനെതിരെ ഒരു വിഷയം ഉയർന്നു വന്നാൽ ഇവർ നിയമപരമായി പോരാട്ടം നടത്തും എന്ന് പറഞ്ഞാൽ അത് നടത്തേണ്ടതാണ്. രാഷ്ട്രീയമായി പ്രതിരോധം തീർക്കും എന്ന് പറഞ്ഞാൽ അത് നടത്തേണ്ടതാണ്. ഇവിടെ വീണ എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലില്ലാത്ത ഒരാൾ ഇവർ തന്നെ പറയുന്ന ഭാഷയിൽ, CPMൻ്റെ ഭാഷയിൽ യുവ സംരംഭകയ്ക്കെതിരെ ഒരു അന്വേഷണം നടക്കുമ്പോൾ അതിനെന്തിനാണ് ഇവർ പ്രതിരോധം തീർക്കുന്നതെന്ന് കേരളത്തിലെ പൊതുമണ്ഡലത്തിൽ പറയണ്ടേ? എന്തിനാണ് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് പറയണ്ടേ? എന്തിനാണ് പാർട്ടി സെക്രട്ടറി ഇറങ്ങി വീമ്പ് പറയുന്നതെന്ന് പറയണ്ടേ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് അമ്മയുടെ റിട്ടയർമെൻറ്റ് കാശ്, അതിൽ തുടങ്ങിയ ഒരു വ്യവസായം അല്ലെങ്കിൽ ഒരു കമ്പനി, നല്ല കാര്യം, നമുക്കാർക്കാ തർക്കം? ഏതൊരമ്മയും അവരുടെ റിട്ടയർമെൻറ്റ് കാശ് മക്കൾക്ക് കൊടുക്കുന്നതിന് നമുക്കാർക്കും ഒരു വിരോധമില്ലെന്ന്. പക്ഷേ നമുക്ക് കിട്ടുന്ന വിവരം SFIയുടേതാണെങ്കിലും EDയുടേതായാലും EDയുടെ ഒഫീഷ്യൽ റിപ്പോർട്ടിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളം ഞെട്ടലോടുകൂടിയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. എന്താ കാര്യം? നമ്മൾ ഇന്നലെ വരെ ചർച്ച ചെയ്തിരുന്ന SFIയുടെ കേസിൽ ജോലി ചെയ്യാതെ കൂലി വാങ്ങി 3 കോടി രൂപയോളം അല്ലെങ്കിൽ 2.25 കോടിയോളം രൂപ വാങ്ങി, അത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പിണറായി വിജയനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ കർത്താ മകൾക്ക് കൊടുത്താണെന്ന് അദ്ദേഹത്തിൻ്റെ മൊഴിയുണ്ടത്. ആ വിവരമാണ് നമുക്ക് വരുന്നത്. അതിൻ്റെ തുടരന്വേഷണം നടക്കട്ടെ, നടപടികൾ വരട്ടെ, തൂക്കി കൊല്ലുകയോ കൊല്ലാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ ചോദ്യം, ഇപ്പം അതിൻ്റെ രൂപവും ഭാവവും മാറി. റിട്ടയർമെൻറ്റ് കാശിൽ തുടങ്ങിയ വ്യവസായത്തിൽ നിന്ന് 20 കോടി രൂപ വിദേശത്തേക്ക് കടത്തിയെന്ന് പറയുക. അതിൽ വീണ ആൾമാറാട്ടം നടത്തി മറ്റൊരാളുടെ പേരുള്ള സിം ഉപയോഗിച്ച്, വൈഫൈ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻസ് നടത്തിയിരിക്കുന്നു എന്ന് പറയുക. മനസ്സിലായില്ലേ? ഇവിടെ തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുത്ത അഫിഡവിറ്റിനപ്പുറമുള്ള കാര്യങ്ങൾ റിയാസിനുണ്ട് എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഉയർന്നു വരികയും റിയാസിൽ നിന്ന് മൊഴിയെടുക്കുന്ന അല്ലെങ്കിൽ റിയാസിൻ്റെ കൂട്ടുകാരിൽ നിന്ന് മൊഴിയെടുക്കുന്ന അവസ്ഥാന്തരീക്ഷം ഉണ്ടാകുന്നു. അവിടെ പണം കൈമാറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടാകുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടന്നല്ലോ, നിയമസഭാ തെരഞ്ഞെടുപ്പ്. നമ്മളാരെങ്കിലും ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് ചർച്ച ചെയ്തോ? എക്സാലോജിക്കിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്, കർത്തായുടെ കമ്പനിയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ CPM ഹാൻഡിലുകളെങ്കിലും ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഒരു മുറിയിൽ, തുറക്കാത്തൊരു മുറിയിൽ, ഇവിടെ നേരത്തെ A4 ഷീറ്റിൽ വെച്ചു എന്ന് ഉപയോഗിച്ചതുപോലെ ഒരു ബോർഡ് വെച്ചതല്ലാത്ത ഒരു സ്ഥാപനത്തിൽ നിന്ന് 20 കോടി രൂപയുടെ ക്രയവിക്രയം നടന്നു, അത് ഹവാലയാണ് എന്ന് പറയുമ്പോൾ കേരളം ഞെട്ടലോടെ അല്ലാതെ എന്താ കേൾക്കേണ്ടത്?
CPM നാണമുണ്ടോ ആജിംസെ? CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവന്മാർക്ക് നാണമുണ്ടോ? എടാ, ഒരു പാർട്ടി മെമ്പർ തൻ്റെ ഇടത്തോടു കൂടി പത്രസമ്മേളനം നടത്തി ഇത് പൊതുസമൂഹത്തോട് വിശദീകരിക്കണം, CPM എന്തിനാണ് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് എന്ന് ചോദിക്കാനുള്ള നട്ടലുണ്ടോ ഉമാർക്ക് ആർക്കെങ്കിലും?